നമ്മളെല്ലാവരും ദിവസത്തിൽ ഒരുപാട് തവണ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലേ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. ഇന്ന് ആ പ്രാർത്ഥന അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പൈശാചിക ബന്ധനങ്ങളെ തകർക്കുന്ന അതിശക്തമായ പ്രാർത്ഥന എന്ന് പറയുന്നതെന്നറിയാവോ? വിശുദ്ധ ബെർണാഡിൻ്റെ വാക്കുകളിൽ നമ്മൾ ഒരു പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുവാണെങ്കിൽ നരകം ഞെട്ടിവിറയ്ക്കും, പിശാചുകൾ ഓടിപ്പോകുമെന്നാണ് പറയുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ബാക്കി എല്ലാ പ്രാർത്ഥനകളും മനുഷ്യൻ തന്നെ നിർമ്മിച്ചെടുത്ത പ്രാർത്ഥനകളാണ്. പക്ഷേ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ വചനമേറ്റ് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം, ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് പറയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. വീണ്ടും ലൂക്ക 1:45 പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നതാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. ഈ 2 വചനങ്ങളാണ് നമ്മൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. നമ്മൾ വചനം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറ്റവും നരക സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന ശക്തമായ വചനങ്ങളാണ് ഈ 2 വചനങ്ങൾ. അപ്പോൾ നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം, മറിയത്തെ സ്തുതിക്കാം. മറിയത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.